ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഈ പോഡ്കാസ്റ്റിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ശബരിമല ക്ഷേത്രത്തിൻ്റെ തന്ത്രി താഴമൺ കണ്ഠരര് രാജീവരര് ജയിലിലാണ്. അദ്ദേഹം മാത്രമല്ല, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പല ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ ജയിലിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 2 മുൻ പ്രസിഡൻറ്റുമാർ ഇപ്പോൾ തടവിലാണ്. കൂടുതൽ ആളുകൾ തടവിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് തീർച്ചയില്ല. ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഞാൻ വളരെ കൗതുകകരമായി എനിക്ക് 1982 വൈകുന്നേരം കോട്ടയം നഗരത്തിനടുത്തുള്ള ഒളശ്ശയിലെ ഒരു വീട്ടിലുണ്ടായ ഒരു അനുഭവം പറയുകയാണ്. അത് മലയാളത്തിലെ നാടക ആചാര്യന്മാരിൽ പ്രമുഖനായിട്ടുള്ള NN പിള്ളയുടെ വീടായിരുന്നു. NN പിള്ളയെ 1982 CMS കോളേജിൻ്റെ ആർട്സ് ക്ലബിൻ്റെ ഇനോഗ്രേഷൻ ഉദ്ഘാടനത്തിന് വിളിക്കുവാൻ വേണ്ടി ഞാനും എൻ്റെ കൂട്ടുകാരൻ S രാധാകൃഷ്ണനും കൂടി പോയതായിരുന്നു ആ അനുഭവം. വളരെ രസകരമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ശബരിമലയിൽ അയ്യപ്പൻ ഇല്ലല്ലോ എന്നാണ്. അയ്യപ്പൻ അവിടെ നിന്നും എപ്പോഴേ ഓടി ഒളിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹം വളരെ കൗതുകകരമായി പറഞ്ഞെങ്കിൽ പോലും ഗ്രീക്ക് മിഥോളജിയുടെ സഹായത്തോടുകൂടി, ഇന്ത്യൻ മിഥോളജിയുടെ സഹായത്തോടു കൂടിയൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്. ഈ പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ സാധാരണ എല്ലാ പോഡ്കാസ്റ്റുകൾക്കും ആമുഖമായി ഞാൻ പറയാറുള്ള ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അതിന് പ്രത്യേകിച്ച് നടപടിക്രമങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പണം മുടക്കേണ്ട കാര്യവുമില്ല. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ ഒന്ന് അമർത്തിയാൽ മാത്രം മതി. അത് ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റിന് വലിയ ഒരു സഹായമായി മാറും. ഇനി ഞാൻ ശബരിമല ധർമ്മശാസ്താവിലേക്കും അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് കണക്ഷൻസിലേക്കും അതെല്ലാം എൻ്റെ മുന്നിൽ നിരത്തിയ NN പിള്ളയുടെ വീട്ടിലുണ്ടായ ഒരു സായാഹ്നത്തെക്കുറിച്ചും പറയാം. വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങൾ വൈകുന്നേരം NN പിള്ളയുടെ ഉളശ്ശയിലെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം മുകളിലത്തെ നിലയിൽ നിന്നും ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ്റെ വസ്ത്രത്തിൽ ആണ് ഇറങ്ങി വന്നത് എന്നുള്ളത് എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി. എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹം വന്നിട്ട് എന്താണ് വന്ന കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വന്ന ആഗമന ഉദ്ദേശം പറഞ്ഞു. CMS കോളേജിൻ്റെ ആർട്സ് ക്ലബിൻ്റെ ഇനോഗ്രേഷന് വിളിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ചുവരിൽ ഒരു നീല നിറമുള്ള കുപ്പി മാലയിട്ട് വെച്ചിരിക്കുന്നത് കണ്ടത്. ഒരു ജിറാഫിൻ്റെ കഴുത്ത് പോലെ നീണ്ട കഴുത്തുള്ള ഒരു കുപ്പി. ആ കുപ്പിയുടെ നീല നിറമുള്ള ആ കുപ്പിയുടെ പുറത്ത് വെള്ള നിറത്തിൽ VAT 69 എന്ന് എഴുതിയിട്ടുണ്ട്. VAT 69 പ്രശസ്തമായ ഒരു മദ്യമാണ് എന്നുള്ളത് മദ്യപാനികൾക്കും മദ്യപാനികളുടെ സുഹൃത്തുക്കൾക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ കൗതുകം കൊണ്ട് ചോദിച്ചതാണ് അദ്ദേഹത്തിനോട്, എന്താണ് ഈ കുപ്പിക്ക് മാലയിട്ട് വെച്ചിരിക്കുന്നത്? അപ്പോഴാണ് അയ്യപ്പൻ രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹം പറയുന്നത് ഇതുപോലെ ഒരു വൈകുന്നേരം അദ്ദേഹം ഈ മുറിയിൽ ഇരുന്ന് കുറച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കോളിംഗ് ബെൽ അമർത്തുകയായിരുന്നു. അപ്പോൾ ആരാണെന്ന് വന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരു അപരിചിതൻ, ഒരു യവന നായകനെ പോലെ, യവന നാടകത്തിലെ ഒരു സുന്ദരനെ പോലെ ഒരു ചെറുപ്പക്കാരൻ വന്ന് നിൽക്കുന്നു. NN പിള്ള പറഞ്ഞത് അപ്പോളോ ദേവനേക്കാൾ ഒരു 2 ഇഞ്ചെങ്കിലും പൊക്കം കൂടുതൽ കാണും ഈ അപരിചിതനായിട്ടുള്ള യവന സുന്ദരന് എന്ന്. അപ്പോൾ NN പിള്ള സാർ ചോദിച്ചു, ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ശബരിനാഥനാണ് എന്ന് പറഞ്ഞു, ഞാൻ അയ്യപ്പനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ NN പിള്ള ഏത് അയ്യപ്പൻ എന്ന് വെച്ച് പറഞ്ഞു, ശബരിമലയിലെ സാക്ഷാൽ അയ്യപ്പൻ എന്ന്. ഓ, കയറിയിരിക്കൂ എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ഇരുത്തുകയാണ്. എന്താണ് വന്നത് എന്ന് ചോദിച്ചതിനെ പറഞ്ഞു, ഞാൻ വീട്ടുപേര് കണ്ടിട്ട് കയറിയതാണ്. NN പിള്ളയുടെ വീട്ടുപേര്, NN പിള്ളയുടെ ജീവചരിത്രം വായിച്ചിട്ടുള്ളവർക്ക്, ആത്മകഥ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ഡൈനീഷ്യ എന്നാണ്. ഡൈനീഷ്യ എന്ന വീട്ടുപേര് കണ്ടിട്ടാണ് അയ്യപ്പൻ ഈ വീട്ടിലേക്ക് വന്ന് കയറുന്നത്. ഡൈനീഷ്യസ്. അപ്പോൾ അയ്യപ്പൻ ചോദിക്കുകയാണ്,
എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു വീട്ടുപേരിട്ടത്? അപ്പോൾ എന്നോടുള്ള പറഞ്ഞു, ഞാൻ നാടകം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ഡൈനീഷ്യസ് എന്ന് പറയുന്നത് യവന നാടകവേദിയുടെ പിതാവാണ്. യവന നാടകവേദിയുടെ പിതാവായിട്ടുള്ള ഡൈനീഷ്യസിൻ്റെ പേരല്ലാതെ വേറെ ആരുടെ പേരാണ് ഞാൻ എൻ്റെ വീടിനിടേണ്ടത് എന്ന്. അപ്പോഴാണ് എൻ പിള്ള പിന്നെ വിശദാംശങ്ങൾ പറയുന്നത്. അയ്യപ്പൻ വന്നിരിക്കുന്നു. അപ്പോൾ എന്താണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ അയ്യപ്പൻ വരാൻ വേണ്ടി അയ്യപ്പൻ വന്നപ്പോൾ വാതിൽ തുറന്നല്ലോ എൻ പിള്ള. വാതിൽ തുറന്നപ്പോൾ അന്ന് ശബരിമല മണ്ഡലകാലമാണ്. അപ്പോൾ ഈ ഉളശ്ശേലെ ഏതോ ക്ഷേത്രത്തിൽ നിന്നൊക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള അല്ലെങ്കിൽ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ വളരെ ശബ്ദത്തിൽ വരുന്നത് കാരണം എൻ പിള്ള പറഞ്ഞു, ആ വാതിലൊന്ന് അടച്ചേക്ക്, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് അയ്യപ്പൻ പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു പാട്ട് കേൾക്കുമ്പോൾ ഞാൻ 10,000 കർപ്പൂരം കത്തിച്ചു വെച്ചിട്ടുള്ള ശ്രീകോവിലിൽ 100 കണക്കിന് വിളക്കുകൾ കത്തിച്ചു വെച്ചിരിക്കുന്ന ആ ഉഷ്ണത്തിൽ ഇത്രയും ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ഞാൻ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അവിടെ നിന്ന് ഓടിപ്പോകാനുള്ള കാര്യം തന്നെ ഈ ശബ്ദകോലാഹലമാണ്, അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ അയ്യപ്പനും എൻ പിള്ളയും തമ്മിലുള്ള സംഭാഷണം മുൻപോട്ട് പുരോഗമിക്കുകയായിരുന്നു. വീണ്ടും പിള്ള സാറ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളോട് പറയുകയാണ്. ഞാൻ ഈ പറയുന്ന അനുഭവമാണ് എൻ പിള്ളയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു ഏകാംഗ നാടകമായി മാറിയത്. അത് വാറ്റ് 69 എന്ന പേരിലുള്ള നാടകമാണ്. അദ്ദേഹത്തിൻ്റെ സമാഹൃത ഏകാംഗങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഇക്കാലത്ത് കേരളത്തിൽ വാറ്റ് 69 എന്ന എൻ പിള്ളയുടെ നാടകം അരങ്ങേറാനേ കഴിയില്ല. കേരള സമൂഹം അതിനെ അനുവദിക്കില്ല. കേരള സമൂഹം അങ്ങനെ മാറിയിരിക്കുകയാണ്. ആളുകൾ പറയുമല്ലോ, എം ടി വാസുദേവൻ നായർക്ക് ഇക്കാലത്തായിരുന്നെങ്കിൽ നിർമ്മാല്യം എന്ന ചലച്ചിത്രം ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു എന്ന്. അതുപോലെ തന്നെയുള്ള ഒരു അനുഭവമാണ് വാറ്റ് 69ൻ്റെ കാര്യത്തിലും. അപ്പോൾ അയ്യപ്പൻ, ഞാൻ വീണ്ടും ആ രംഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ പിള്ള ഞങ്ങളോട് പറയുകയാണ് എന്താണ് അയ്യപ്പനുമായിട്ടുള്ള സംസാരമെന്ന്. അപ്പോൾ ഡൈനീഷ്യസിനെ കുറിച്ച് അയ്യപ്പൻ എൻ പിള്ളയോട് സംസാരിക്കുകയാണ്. വിഷ്ണുദേവൻ്റെ തുടയിൽ നിന്നാണല്ലോ ഞാൻ ഉണ്ടായത്, ഡൈനീഷ്യസ് ഉണ്ടായത് സിയൂസ് ദേവൻ്റെ തുടയിൽ നിന്നാണ്. എൻ്റെ മെൻറ്റർ പന്തളത്ത് രാജാവായിരുന്നെങ്കിൽ ഡൈനീഷ്യസിൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് തീപ്സിലെ പൊന്തിയൂസ് രാജാവായിരുന്നു എന്നാണ്. പൊന്തിയൂസും പന്തളവും തമ്മിലുള്ള ശബ്ദ സാമ്യം എൻ പിള്ള പറയുന്നത് കേൾക്കുവാൻ വളരെ കൗതുകകരമായിരുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ ഡൈനീഷ്യസ് തന്നെയായി അയ്യപ്പൻ മാറുകയാണ് ഈ സംഭാഷണത്തിൻ്റെ. അതായത് എൻ പിള്ളയും അയ്യപ്പനും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആ സംഭാഷണം ഡൈനീഷ്യസും എൻ പിള്ളയും തമ്മിലുള്ള സംഭാഷണമായിട്ട് മാറുകയാണ്. ഡൈനീഷ്യസ് പറയുന്നത് ഡൈനീഷ്യസും അശോക് ഘോഷനും ഒരുമിച്ചാണ് ഗ്രീസിൽ നിന്നും ഭാരത പർവ്വത്തിലേക്കുള്ള യാത്ര നടത്തിയതെന്നും അങ്ങനെ ഭാരതത്തിലേക്ക് ഡൈനീഷ്യസും അശോക് ഘോഷനും കൂടെ വരികയും അശോക് ഘോഷൻ അത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ദിശയിലൂടെ അവർ അശ്വാരൂഢരായി അശോക് ഘോഷനും ഡൈനീഷ്യസും കൂടെ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ പ്രവേശിച്ചതിന് ശേഷം അശോക് ഘോഷൻ ബുദ്ധഭിക്ഷുക്കളുടെ കൂടെ ടിബറ്റിലേക്ക് പോവുകയും ഡൈനീഷ്യസ് തെക്കോട്ട് നടക്കുകയും അങ്ങനെ കേരളത്തിൽ വരികയും ചെയ്തു എന്ന് ഡൈനീഷ്യസ് എൻ പിള്ളയോട് പറയുകയാണ്. ഈ ഗ്രീക്ക് നാടകവേദിയും ഭാസൻ്റെ നാടകങ്ങളും സംസ്കൃത നാടകങ്ങളും എല്ലാം ഇടകലർന്ന് വരുന്ന അതിമനോഹരമായൊരു നാടകമാണ് ഈ വാറ്റ് 69 എന്ന് പറയുന്ന നാടകം. ഈ നാടകം ഞാൻ എൻ പിള്ളയെ ആ വീട്ടിൽ വെച്ച് കാണുന്ന സമയത്ത് ഞാൻ ഈ നാടകം വായിച്ചിട്ടില്ല. അതിനുശേഷം ഈ സംഭാഷണത്തിന് ശേഷമാണ് ഞാൻ തപ്പിപ്പിടിച്ച് ഈ വാറ്റ് 69 എന്ന് പറയുന്ന അതിമനോഹരമായ നാടകം വായിക്കുന്നത്. ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നവരിൽ ആരെങ്കിലും വാറ്റ് 69 അന്വേഷിച്ച് കണ്ടുപിടിച്ച് വായിക്കുകയാണെങ്കിൽ വളരെ കൗതുകകരമായ ഒരു വായനാനുഭവം ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഈ സംഭാഷണത്തിൽ ഡൈനീഷ്യസ് എൻ പിള്ളയോട് പറയുന്ന ഒരു നാടക വിചാരമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡൈനീഷ്യസ് എൻ പിള്ളയോട് പറയുകയാണ്, മരണമില്ല എന്ന് വിശ്വസിക്കുന്ന ഇന്ത്യയിൽ ദുരന്ത നാടകങ്ങൾ എഴുതിയാൽ ഇത് കോമഡിയായി മാറും എന്നുള്ളതാണ്. ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം കർമ്മബന്ധങ്ങളിൽ ആടി ഉലഞ്ഞ് ജീവിക്കുന്ന ഇന്ത്യക്കാരൻ ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു, ഈശ്വരൻ്റെ വിലാസങ്ങൾ ഇങ്ങനെയെന്ന് പൂന്താനം എഴുതിയതുപോലെ നരിചത്ത് നരനായി പിറക്കുന്നു എന്നും കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്ത് കൃമിയായി പിറക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന ഇന്ത്യയിൽ
ദുരന്ത നാടകം എഴുതിയാൽ ഇതൊരു കോമഡിയായി മാറും എന്ന് ഡൈനീഷ്യസ് NN പിള്ളയോട് പറയുന്ന വളരെ കൗതുകകരമായ ഒരു കാര്യം ഈ നാടകത്തിലുണ്ട്. അത് ഒളശ്ശയിലെ വീട്ടിൽ വെച്ച് ഞങ്ങളോട് പറയുകയും ചെയ്തു. ഡൈനീഷ്യസ് നമ്മളോട് പറഞ്ഞു, സാറിങ്ങനെ ഈ കോമഡി നാടകം എഴുതിയില്ല, ദുരന്ത നാടകം എഴുതാൻ പോകരുത്, ഇന്ത്യയിൽ ദുരന്ത നാടകം പറ്റില്ല, കാരണം അടുത്ത ജന്മത്തിൽ വിശ്വസിക്കുന്നിടത്ത് എന്ത് ദുരന്തം എന്ന് പറഞ്ഞു. അങ്ങനെ ഡൈനീഷ്യസും അശോക് ഭൂഷണും കൂടി തക്ഷശിലയിലെ വിദ്യാപീഠത്തിൽ വന്നിട്ട് തക്ഷശിലയിലെ വിദ്യാപീഠത്തിൽ നിന്നാണ് ഡൈനീഷ്യസ് കേരളത്തിലേക്ക് വരുന്നതും നമ്മുടെ അയ്യപ്പനായിട്ട് മാറുന്നതും. അങ്ങനെ വൈകുന്നേരം NN പിള്ളയുടെ കൂടെ ഡൈനീഷ്യസ്, ഞാൻ അയ്യപ്പൻ മദ്യപിക്കുന്നു എന്ന് പറയുന്നില്ല, ഇനി അത് പറഞ്ഞിട്ട് കേരളത്തിൽ ഒരു കുഴപ്പമുണ്ടാകണ്ട. ഡൈനീഷ്യസ് മദ്യത്തിൻ്റെയും കൂടി ദേവനാണ്. ഗ്രീക്ക് നാടകവേദിയുടെ മാത്രമല്ല മദ്യത്തിൻ്റെയും ദേവതയാണ് ഡൈനീഷ്യസ്. അങ്ങനെ ഡൈനീഷ്യസും NN പിള്ളയും കൂടി അന്ന് വൈകുന്നേരം ഒളശ്ശയിലെ ഡൈനീഷ്യ എന്ന വീട്ടിൽ ആ മുറിയിൽ ഇരുന്ന് മദ്യപിക്കുകയാണ്. വാച്ച് 69 ആദ്യത്തെ പെഗ് കഴിച്ചു കഴിഞ്ഞിട്ട് അയ്യപ്പൻ അപ്രത്യക്ഷനാവുകയാണ്, അല്ലെങ്കിൽ ഡൈനീഷ്യസ് അപ്രത്യക്ഷനാവുകയാണ്. അപ്പോൾ NN പിള്ള ഞങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മേഘങ്ങൾക്കിടയിൽ മേഘങ്ങളിൽ മറഞ്ഞു പോകാനുള്ള ശക്തിയുണ്ടെന്ന് എനിക്കറിയാം, മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്യാനുള്ള ശക്തിയുണ്ടെന്നറിയാം, പുലിപ്പുറത്ത് യാത്ര ചെയ്യാനുള്ള കഴിവുണ്ടെന്നറിയാം, പക്ഷേ ഇവിടെ എൻ്റെ വീട്ടിൽ അതൊന്നും വേണ്ട, നിങ്ങളെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാ, നമുക്ക് 2 വർത്തമാനം പറഞ്ഞ് പിരിയാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ലല്ല എനിക്ക് പോകാൻ വയ്യ ശബരിമലയിലേക്ക്, അവിടുത്തെ കാര്യങ്ങൾ കാരണം എനിക്ക് സഹികെട്ടിരിക്കുകയാണ്, അവിടെ ജീവിക്കാൻ വയ്യാതായിരിക്കുകയാണ് ധർമ്മനിഷ്ഠരായിട്ടുള്ള ആളുകൾക്ക്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് താമസിച്ചോളാമെന്ന് പറഞ്ഞ ഡൈനീഷ്യസ് അഥവാ അയ്യപ്പൻ വാച്ച് 69 എന്ന കുപ്പിക്കകത്ത് കയറുന്നതാണ്. എന്നിട്ട് ഞാനിനി പോകില്ല എന്ന് വാശി പിടിച്ചതുകൊണ്ടാണ് NN പിള്ള എന്ന് പറയുന്ന മലയാളികളുടെ പ്രിയങ്കരനായ നാടകാചാര്യൻ അന്നു മുതൽ വാച്ച് 69 എന്ന കുപ്പി ആ ഭിത്തിയിൽ വയ്ക്കുന്നത്, ചുവരിൽ വയ്ക്കുന്നത്. എല്ലാ ദിവസവും വാച്ച് 69 എന്ന കുപ്പിക്ക് മാലയൊക്കെ ഇട്ട് NN പിള്ള ഇരിക്കുന്നത്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനും നമ്മുടെ പ്രിയങ്കരനായ നടനുമായിട്ടുള്ള വിജയരാഘവനുമായിട്ട് ഫോണിൽ സംസാരിച്ചു. ഈ അച്ഛൻ്റെ ഇങ്ങനെ വാച്ച് 69 കുറിച്ച് ഞാനിങ്ങനെ ഒരു സാധനം എഴുതുകയും പോഡ്കാസ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അച്ഛൻ്റെ മുറിയിൽ ആ കുപ്പി വെച്ചിട്ടുണ്ട് എന്ന് വിജയരാഘവൻ എന്നോട് പറയുകയും ചെയ്തു. അതും ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. 1982 NN പിള്ളയുടെ ഒളശ്ശയിലെ ഡൈനീഷ്യ എന്ന വീട്ടിൽ വെച്ച് ഒരു വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ നാവിനാൽ കേട്ട വളരെ കൗതുകകരമായ ഗ്രീക്ക് നാടകവും ഇന്ത്യൻ നാടകവും മലയാള നാടകവും മിഥോളജിയും എല്ലാം ഇടകലർന്ന് നിന്ന അതിമനോഹരമായ ഒരു സായാഹ്നത്തിൻ്റെ ഓർമ്മ പങ്കുവയ്ക്കുക മാത്രമാണ് ശബരിമല വിവാദത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് ഈ പോഡ്കാസ്റ്റിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത്. ദിലീപ് അലിയുടെ ഈ ലക്കം പോഡ്കാസ്റ്റ് കേട്ട എല്ലാ ആളുകൾക്കും ഞാൻ നന്ദി പറയുന്നു. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.